ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ആണ് നടന്നുകൊണ്ടിരുന്നത്. ശീതയുദ്ധം എന്നൊരു ടാസ്ക് ആണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തത്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരറ്റത്ത് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, 6 എണ്ണം ഇരിപ്പുണ്ട്, പേരെഴുതിയ ഫ്രിഡ്ജാണ്. അതിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളും വെക്കാൻ പാടില്ലാത്ത സാധനങ്ങളും എല്ലാം കൂടി അപ്പുറത്തെ അറ്റത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ബസർ അടിക്കുമ്പോൾ ഓടിപ്പോയി അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കണം. രണ്ടാമത്തെ ബസർ അടിക്കുന്നത് വരെയാണ് ടാസ്ക്. അപ്പൊ ഈ ഒരു ടാസ്കിലെ കോമഡി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ടൂൾ കിറ്റും ടെഡി ബെയറും സ്കൂൾ ബാഗും പെട്ടിയും പില്ലോയും ഒക്കെ കളക്ട് ചെയ്തു ഒട്ടുമിക്ക എല്ലാവരും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. ടൂൾ കിറ്റിനകത്ത് നട്ടിന്റെയും ബോൾട്ടിന്റെയും പേരിൽ വരെ വമ്പൻ അംഗം വെട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പാനിഷത്തും അക്ബറും ഒക്കെ തമ്മിൽ. ഒരു നട്ടും ബോൾട്ടും എണ്ണാനും, ഓരോ നട്ടും ബോൾട്ടും എണ്ണണം എന്ന് അപ്പാനി, അതൊരൊറ്റ ടൂൾ കിറ്റാണെന്ന് അക്ബർ. ഈ ഒരു തർക്കത്തെ മൊത്തത്തില് ബിഗ് ബോസ് അപമാനിച്ച് വിടുമായിരുന്നു. ടെഡി ബെയറിനെയും അപ്പൂപ്പനെയും പില്ലോ സെറ്റും ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല, പറയുന്നത് അന്തമായിട്ട് ചെയ്യാതെ ഇത്തിരി ലോജിക് ഉപയോഗിക്കൂ എന്നാണ് ബിഗ് ബോസ് എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. ഇത് പറഞ്ഞതും എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എല്ലാം എടുത്തിട്ട് ദൂരോട്ട് എറിഞ്ഞു. പാവേനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്ന നെവിൻ, ബിഗ് ബോസ് അത് പറഞ്ഞതും ആ പാവേനെ എടുത്തൊരു ഒറ്റ എയറായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ ആയിരുന്നു അത് എണ്ണി ചിട്ടപ്പെടുത്തുന്ന ചുമതല. ക്യാപ്റ്റൻ കുറെ കഷ്ടപ്പെട്ടു, ഓരോ സാധനങ്ങളും എടുത്തു പറഞ്ഞ് എണ്ണാൻ കുറെ കഷ്ടപ്പെട്ടു. അത് അങ്ങനെ എണ്ണാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പൊ ഷാനവാസ് ഓരോ സാധനം, അതിപ്പോ നാരങ്ങ ആണെങ്കിൽ ക്ഷമയോടെ ഓരോ നാരങ്ങ എണ്ണി സോർട്ട് ചെയ്തു. ലൈവിലി ടാസ്ക് ഇതുവരെ തീർന്നിട്ടില്ല. ആരാണ് ജയിച്ചത് എന്നത് കണ്ടു തന്നെ അറിയാം. എനിക്ക് തോന്നുന്നു ഒനീലിന് വേണ്ടി മത്സരിച്ച അക്ബറും ഷാനവാസും ആയിരിക്കും ജയിച്ചത്. കാരണം ആദ്യമേ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ ഫോക്കസ് ചെയ്താണ് ഷാനവാസും അക്ബറും കളക്ട് ചെയ്തത്. കണ്ടറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.